ഞാൻ 8 വയസ്സ് തൊട്ട് RS പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എനിക്ക് 60 വയസ്സ് ആയി. 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇന്നും BJP-ക്കാരനാണ്. പക്ഷെ സതീശൻ സാറ് എനിക്ക് വീട് വന്നതിന് ഇത് ചുറ്റോട് ചുറ്റും ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഒരു ദ്വീപാണെന്ന് വേണേ ദ്വീപാണ്. എനിക്ക് അന്ന് വീട് പഞ്ചായത്തിന്റെ ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മ മരിച്ചിട്ട് പോലും ഒരു സഹായം എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല പഞ്ചായത്തിൽ. എനിക്ക് ഒരു നിവൃത്തിയില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് അമ്മ മരിച്ച് പ്രളയം വന്നാൽ നിൽക്കുന്ന സമയത്ത് 5 പൈസയുടെ സഹായം ഇല്ലാണ്ട് പഞ്ചായത്തിനെ കൂടി സഹായം ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് സാറ് എനിക്ക് വീട് തരുന്നത്. ഈ VD സതീശൻ മത്സരിക്കുമ്പോ BJP-ക്കാരൻ വോട്ട് ചെയ്യുമോ വീട് കിട്ടിയെന്നൊക്കെ വിചാരിച്ചു? അല്ല, സതീശൻ സാറിന് വോട്ട് ചെയ്യും. അത് ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ പ്രശ്നമുള്ളത്. എനിക്ക് കയറിക്കിടക്കാൻ ഒരു മുമ്പരം തന്നാണ്. 2018 പ്രളയം പറവൂരിലെ കുടവക്കാട് ഗ്രാമത്തെ എങ്ങനെയാണ് തകർത്തത് എന്ന് പറവൂരുകാർക്ക് നന്നായി അറിയാം. 2000-ലധികം വീടുകളാണ് പൂർണ്ണമായി തകർന്നു പോയത്. 25,000-ലധികം വീടുകൾ ഭാഗികമായി തകർന്നു. ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്കും VD സതീശന്റെ പുനർജനി പദ്ധതി പ്രകാരം വീടുകൾ ലഭിച്ചു, ഉപജീവന മാർഗങ്ങൾ ലഭിച്ചു. അപ്പോൾ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിലെ സത്യമെന്താണ്? അത് തേടിയാണ് ഞങ്ങൾ പറവൂരിലെ കുടവക്കാട് എത്തിയിരിക്കുന്നത്. കുടവക്കാടിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഇത് ഇവിടെ ഫുള്ള് വെള്ളമാണല്ലോ ചേട്ടാ? വെള്ളമാണ്. അത് ഈ പുഴ വെള്ളം, കായൽ വെള്ളം കയറുന്നതാണ്. ഇപ്പോൾ വർഷത്തിനേലും കൂടുതൽ വെള്ളമാണ് വേനലിൽ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ. പ്രളയം വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയ സ്ഥലങ്ങളാണ്. പക്ഷെ വീടിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, നല്ല വീടാണല്ലോ. അല്ല, ഇത് എനിക്ക് സതീശൻ സാർ എന്നാണ് പുനർജനിപ്പെടുത്തി തന്നതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2018 ചിങ്ങം 1-ാം തീയതി 16-ാം തീയതി ഞങ്ങൾ ക്യാമ്പിൽ പോയി. അമ്പാടി എന്ന് പറഞ്ഞ ക്യാമ്പിലാണ് പോയത്, തൃക്കപുരം. അവിടെ ക്യാമ്പിൽ വെച്ച് അമ്മയ്ക്ക് അസുഖം കൂടി. അമ്മനെ ഗവൺമെൻറ് ആസ്പത്രിയിൽ കൊണ്ടുപോയി. അമ്മ മരിച്ചു. ഞാൻ അന്ന് ഇവിടെ ഒരു ഷെഡ് വെച്ച് താമസിക്കുകയായിരുന്നു. ഷെഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ടർപ്പായും ഷീറ്റും പ്ലസ് ബോർഡ് വിട്ട് മറിച്ചാണ് താമസിച്ചത്. ഈ കുടവക്കാട് എന്ന് പറഞ്ഞ ദേശത്ത് ആകെ ഒരു ഷെഡിൽ താമസിച്ച ഒരു വ്യക്തി ഞാനായിരുന്നു. എനിക്ക് അന്ന് വീട് പഞ്ചായത്തിൻ്റെ ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മ മരിച്ചിട്ട് പോലും ഒരു സഹായം എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല പഞ്ചായത്ത്. ഒരു സഹായം പോലും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച ആളാണ് മാർട്ടിൻ. ഇത് അപ്പോൾ മാർട്ടിൻ എന്നെ കണ്ട് എന്താടാന്ന് ചോദിച്ചപ്പോൾ അമ്മ മരിച്ചതിനെ പറ്റി അറിയാം, കാരണം അവിടെ ക്യാമ്പിലും സ്കൂളിലൊക്കെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീടില്ല, ഇന്നവരെ ഷെഡിലാണ് താമസിക്കണം. ഷെഡാണെങ്കിൽ ഇങ്ങനെ പോയി, പ്രളയത്തിന് വെള്ളം കയറി പോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ സതീശൻ സാറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് പ്രളയത്തിൻ്റെ ഇതിൽ വന്ന് പുള്ളി സാറ് ഇവിടെ വന്ന് സംസാരിച്ച് പുനർജനിപ്പെടുത്തി തന്ന വീടാണിത്. BJP അനുഭാവിയായ ധനഞ്ജയൻ ചേട്ടൻ ആ വീഡിയോയിൽ പറഞ്ഞ കോൺഗ്രസ്സുകാരനായ സുഹൃത്ത് മാർട്ടിൻ ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. VD സതീശനുമായി ബന്ധപ്പെട്ട ആളായിരിക്കും, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിരിക്കും അല്ലേ? അതെ, ഞാൻ ഒരു പ്രാദേശിക നേതാവാണ്, കോട്ടുള്ളിക്കാരനാണ്. ഇവരെല്ലാവരും എനിക്ക് ഈ നാട്ടിലുള്ള 3 വാർഡിലെ ജനങ്ങളെ കൃത്യമായിട്ട് എനിക്കറിയാം. എല്ലാവരും പേരെടുത്ത് വിളിക്കാവുന്ന അത്രയധികം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും രാഷ്ട്രീയമോ ഇതൊന്നും നോക്കാതെ, ഞങ്ങളുടെ MLA എന്ന് പറയുന്നത് മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ വീട് കൊടുക്കുന്ന ആളാണ്. ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇന്നമാർ പ്രളയത്തിൽ പോയതാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു ഏജൻസിനെ വിളിച്ച് ഞങ്ങളോട് പോയി കാണിക്കാൻ പറഞ്ഞ് ഞങ്ങൾ വന്ന് കണ്ട് ഈ പുള്ളിക്ക് അപ്പം തന്നെ വീട് പണിയാനുള്ള സാങ്ഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഇതും നോക്കിയിട്ടില്ല. പാർട്ടി നോക്കാതെയും ജാതി നോക്കാതെയും മതം നോക്കാതെയും ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ കൂടെ എന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം, ഞങ്ങൾ പറവൂരിൽ വന്നതിന് ശേഷം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന, ആരെയും ചേർത്ത് പിടിക്കുന്ന ഒരു MLA ആണ്. 2018 മഹാപ്രളയത്തിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ചാണ് ചേട്ടൻ്റെ അമ്മ പങ്കജാക്ഷി അമ്മ അല്ലേ, പങ്കജാക്ഷി അമ്മ അസുഖം കൂടി മരണപ്പെടുന്നത്. ഷെഡിലായിരുന്നു താമസം. വീടിന് വേണ്ടി പലപ്പോഴും പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങി, പക്ഷെ നിരാശ മാത്രമായിരുന്നു ഫലം. പക്ഷെ അവസാനം പറവൂരിൻ്റെ MLA VD സതീശൻ കനിഞ്ഞു. പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു ഭവനം ഇവർക്ക് നിർമ്മിച്ചു നൽകി. ചേട്ടാ, ഈ വീടിന് മൊത്തം എത്ര രൂപ? ഒരു 3-4 ലക്ഷം രൂപയായി കാണും. 4 ലക്ഷം രൂപക്കുള്ളിലായി കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോളത്തേലാണ് ചെയ്തിരിക്കുന്നത്. ഇത് താഴ്ച സ്ഥലമാണ്, മണ്ണിരുന്നോണ് സ്ഥലമാണ്. പില്ലർ ഭീം അടിച്ചാണ്, ടോപ്പ് ഭീം അടിച്ചാണ്, ഭീം അടിച്ചിട്ടാണ് തട്ട് വാർത്തിരിക്കുന്നത്. ഇത് ഈ 9 ഭീമേല കോളത്തേലാണ് വീട് പൊന്തിപ്പോയിക്കണം. മൊത്തം വാർക്ക വരെ പോയി ചെയ്ത് ഫൗണ്ടേഷൻ ബേസ്മെന്റിന് താഴെ 1 മീറ്റർ താത്തിയിട്ടുണ്ട് കോളം.
ഇതിന്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്? 420 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. 420 സ്ക്വയർ ഫീറ്റ് പില്ലറും കോളവും ചെയ്യണമെങ്കിൽ അന്നത്തെ ഒരു ഏകദേശം ഒരു തുക എന്ന് പറയുന്നത് 2-2.5 ലക്ഷം രൂപ അതിന് തന്നെ ആയിട്ടുണ്ടാവും. അല്ല അതല്ല അത് പോരാണ്ട് വരും. കാരണം ഇതിന് കൂലിച്ചെലവുണ്ട്. വീടല്ല ഞാൻ പറഞ്ഞത്, ഫൗണ്ടേഷൻ ബേസ്മെന്റ് വരെ വരും. കാരണം ഇത് അവിടെ റോട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് പണിക്കാരെ നിർത്തിയിട്ട് വേണം ഇത് ഇവിടെ എത്തിക്കണമെങ്കിൽ. ഇങ്ങോട്ട് നേരിട്ട് വണ്ടി കയറി പോരില്ല. ഇത് ചുറ്റോട് ചുറ്റും ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഒരു ദ്വീപാണെന്ന് വേണമെങ്കിൽ ദ്വീപാണ് കൊടവക്കാട് ദ്വീപാണ്. ഈ ദ്വീപിലേക്കും വെള്ളം കൊണ്ടുവരാനും പൈപ്പ് ഇടാനും ഒക്കെ പുള്ളിയുടെ ഇതിലാണ് കിട്ടിയേക്കണത്. ഞങ്ങൾക്കൊരു പാലം ഉണ്ടായില്ല. ഞങ്ങൾക്ക് 6 കിലോമീറ്റർ അപ്പുറത്ത് കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നത്. വെച്ചാൽ പറവൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പാലം ഉണ്ടായില്ല. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 1 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾക്ക് വരാപ്പുഴക്ക് എത്താൻ കഴിയും. എറണാകുളത്തേക്ക് എത്താനായിട്ട് ഞങ്ങൾക്ക് ലുലു മാളിലേക്ക് എത്താൻ 15 മിനിറ്റ് മതി ഇവിടുന്ന്. അത്രയും മേലെ ആക്കി തന്ന ആൾ പുള്ളിയാണ്. പുള്ളിയുടെ കാലത്താണ് ഈ പാലം പണിതും പുള്ളി കൊണ്ടുവന്നുള്ള വികസനവും ഈ നാട്ടിലുള്ളു. എന്ത് കാര്യം ചെന്ന് പറഞ്ഞിട്ടുണ്ടോ നടത്തി തരാനുള്ള സന്മനസ്സുണ്ട്, നല്ല ഇതുണ്ട്. ഇതിലൊന്നും പുള്ളിനൊരു തരത്തിലുള്ള ഒരു അന്വേഷണവും ബാധിക്കില്ല. നിങ്ങൾ ഈ പറയുന്ന പുള്ളിക്കാരന്റെ പേരെന്ന് പറയാമോ? VD സതീശൻ. പുനർജനി പദ്ധതി പ്രകാരം വെറുതെ ഒരു വീട് എന്ന് പറയുന്ന ഒരു കെട്ടിടം വെച്ച് കൊടുക്കുകയാണോ അതോ മനോഹരമായ വീടാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ചേട്ടന്റെ വീട് കയറി കാണാമെന്നാണ് പറഞ്ഞത്. വരും. ചേട്ടൻ എന്താ ജോലി? എന്താ? മത്സ്യത്തൊഴിലാളിയാണ്. അതിന്റെ ഉപകരണങ്ങളാണിത്. ഇത് വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ ഹോളാണ് ഇവിടെ ഉള്ളത്. പിന്നീട് ഇവിടെ ഒരു മനോഹരമായ അടുക്കള ഒരുക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ. ഇവിടെ നിന്ന് വരുമ്പോൾ 2 ബെഡ്റൂം, 2 ബെഡ്റൂമും ഒരു ബാത്റൂം. അത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഒരു ബെഡ്റൂം, അവിടെ ഒരു ബെഡ്റൂം, അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം. അങ്ങനെ ഒരു ചെറിയ കുടുംബത്തിന് മനോഹരമായി താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് പുനർജനി പദ്ധതി പ്രകാരം കിട്ടിയത്. തയ്യൽ മെഷീനൊക്കെ ഉണ്ടല്ലോ? അത് വൈഫിന് തയ്യലുണ്ട്. ഈ പുനർജനി പദ്ധതി പ്രകാരം കിട്ടിയ വീടുകൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമായിരുന്നു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. ചേട്ടന്റെ രാഷ്ട്രീയ പാർട്ടി? ഞാൻ BJP-ക്കാരനാണ്. ഞാൻ 8 വയസ്സ് തൊട്ട് RS പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എനിക്ക് 60 വയസ്സ് ആയി. 60 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇന്നും BJP-ക്കാരനാണ്. പക്ഷെ സതീശൻ സാറ് എനിക്ക് വീട് തന്നത് എനിക്ക് ഒരു നിവൃത്തിയില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ്. അമ്മ മരിച്ച് പ്രളയം വന്നാൽ നിൽക്കുന്ന സമയത്ത് 5 വയസ്സുടെ സഹായം ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ്, പഞ്ചായത്തിനെ കൂടി സഹായം ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് സാറ് എനിക്ക് വീട് തരുന്നത്. പക്ഷെ പുള്ളി 1 രൂപ പോലും ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏർപ്പാടുമില്ല. ഇത് നേരിട്ട് കരാറുകാരന് സ്പോൺസറിൽ നിന്ന് ചെക്കാണെങ്കിൽ അവർക്കാണ് കൊടുക്കുന്നത്. പുള്ളിയുടെ കയ്യിലേക്ക് വന്നുള്ള ഓഫീസായിട്ട് ബന്ധമില്ല. ഇതെനിക്കറിയാം. ഞാൻ എന്താ വെച്ചാൽ ഈ വീട് പണി ഞാൻ പറഞ്ഞേക്കണ 7 വീടാണ് കോട്ടുള്ളിൽ ഞാൻ പറഞ്ഞ് നേരിട്ട് പറഞ്ഞപ്പോൾ കൊടുത്തത്. അല്ലാത്ത വീടുകൾ വേറെ ഉണ്ട്. മൊത്തം 14 വീടുണ്ട് ഒരു പഞ്ചായത്തിൽ. അപ്പോൾ ഈ 7 വീടിൻ്റെയും പണിയുടെ സമയത്ത് ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് ഞാനിവിടെ വരികയും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പണിത കരാറുകാരനെ എനിക്കറിയാം. ആ കരാറുകാരൻ്റെ പേരിലേക്കാണ് ചെക്ക് കൊടുക്കുന്നത്. പുള്ളിയുടെ കയ്യിലേക്ക് കിട്ടില്ല. എൻ്റെ സ്പോൺസർമാർ നേരെ അവർക്കാണ് കൊടുത്തിരുന്നത് വെച്ചത്. എനിക്കറിയാവുന്നതാണ്. അതിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി പണിതാലും അവരുടെ കയ്യിലേക്ക് കൊടുത്തേക്കണത്. സ്പോൺസർമാരുടെ കയ്യിലാണ് ആ ചെക്ക് കൊടുത്തിട്ടുള്ളത്. കൊച്ചിൻ റോട്ടറി ക്ലബ്ബാണ് 4 വീട് പണിതേക്കണം. ആ 4 വീട്ടുകാരെയും കാശ് കൊടുത്തത് റോട്ടറി ക്ലബ്ബ് കരാറുകാരനെ നേരിട്ടാണ് കൊടുത്തത്. ഈ വാർത്ത കേൾക്കുന്ന സാധാരണക്കാർ വിചാരിച്ചിരിക്കുന്നത് VD സതീശൻ നാട്ടിലൊക്കെ ഇറങ്ങി പണം പിരിച്ച് അക്കൗണ്ടിലിട്ട് അതുകൊണ്ട് കുറച്ച് വീടൊക്കെ വെച്ച് കൊടുത്തു ബാക്കി പൈസ മുക്കി എന്നുള്ളതാണ്. പക്ഷേ VD സതീശന് വേണ്ടി അദ്ദേഹത്തിന്റെ പുനർജനി പദ്ധതിയിൽ വീടുകൾ വെച്ച് നൽകിയത് വിവിധങ്ങളായ ഏജൻസികളാണ്, വിവിധങ്ങളായ കമ്പനികളാണ്. അത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക മാത്രമാണ് VD സതീശൻ ചെയ്തത്. അങ്ങനെയാണോ? അത്രേ ഉള്ളൂ. ഒന്നിലും പുള്ളി കൈകടത്തിയ സാമ്പത്തികമായ ഒരു ഇടപാടിന് നിന്നിട്ടില്ല. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യിപ്പിച്ച് കൊടുക്കണമെന്നാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീടുകളിൽ പണിയോടത്തൊക്കെ പോയി നോക്കണം, എന്തെങ്കിലും കരാറുകാർ ഇത് ചെയ്യണമെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഈ വീട്ടിലും ഈ ധനഞ്ജയൻ്റെ വീട്ടിലും ഞാൻ വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ധനഞ്ജയനും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ തന്നെ ഇടപെടുകയും അവരോട് പറയുകയും ആ കരാറുകാരനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്. ഈ VD സതീശൻ മത്സരിക്കുമ്പോൾ BJP-ക്കാരൻ വോട്ട് ചെയ്യുമോ വീട് കിട്ടിയെന്നൊക്കെ വിചാരിച്ചു? അല്ല, സതീശൻ സാറിന് വോട്ട് ചെയ്യും. അത് ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ പ്രശ്നമുള്ളത്. എനിക്ക് കയറി കിടക്കാൻ ഒരു ഉമ്മരം തന്നാണ്. അപ്പൊ അതിനുള്ള സതീശൻ സാറിന് വോട്ട് ചെയ്യുള്ളൂ. അതന്നും ഇന്നും സതീശൻ സാർ എത്ര കാലം എറണാകുളത്തെ ഈ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിൽക്കണം, അത്രയും കാലം സാറിനെ വോട്ട് ചെയ്യുള്ളൂ. ചരിയമ്പറമ്പിൽ പങ്കജാക്ഷി അമ്മ മകൻ ധനഞ്ജയൻ, അതാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇതൊക്കെ ഫേക്ക് ആണ് എന്ന് കമന്റ് ചെയ്യാൻ വരുന്ന ഇടത് സൈബർ പോരാളികൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പേരും മേൽവിലാസവും പറഞ്ഞത്. VD സതീശന്റെ മണ്ഡലമാണ്, BJP-ക്കാരനാണ്. പ്രളയത്തിന് മുമ്പ് വരെ ഇദ്ദേഹം താമസിച്ചിരുന്നത് ഒരു സാധാരണ ഷെഡിലായിരുന്നു. പ്രളയം ആ ഷെഡ് തകർത്തു. ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് വാർദ്ധക്യ സഹജമായ അസുഖവും പ്രളയത്തെ തുടർന്നുണ്ടായ അസുഖത്തെ തുടർന്ന് അമ്മ പങ്കജാക്ഷി അമ്മ മരണപ്പെടുന്നു. പഞ്ചായത്തിൽ നിന്ന് സർക്കാരിൽ നിന്ന് 1 രൂപ പോലും ധനസഹായം ലഭിച്ചില്ല. അവസാനം പരവൂരിൻ്റെ MLA VD സതീശൻ ഏർപ്പെടുത്തിയ പുനർജനി പദ്ധതിയിൽ വീട് ലഭിച്ചു. ആ വീടിൻ്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് സന്തോഷത്തോടുകൂടി BJP-ക്കാരനായ ഈ ചേട്ടൻ പറയുന്നു, VD സതീശൻ പറവൂരിൽ മത്സരിച്ചാൽ
പാർട്ടി നോക്കില്ല, വി.ഡി. സതീശന് മാത്രമേ വോട്ട് നൽകൂ എന്നുള്ളത്. പറവൂരിൽ എന്തുകൊണ്ട് വി.ഡി. സതീശൻ വീണ്ടും വീണ്ടും ജയിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. ഈ ഷെഡിലാണ് കിടന്നിരുന്നത്. ഈ ഷെഡാണ് പ്രളയത്തിന് നശിച്ചു പോയത്. എന്നിട്ട് ഷെഡ് എന്ന് പറയുന്ന ഈ തുരുത്തിൽ ആകെ ഒരു ഷെഡാണ് ഉണ്ടായത്. ഈ ഷെഡിന് ഒരു ആനുകൂല്യങ്ങളും പഞ്ചായത്തിന്റെ സർക്കാരിന്റെ കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു വീടിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്കത് ഉണ്ടായിട്ടില്ല. അത് എൻ്റെ ഭാര്യ, അനിയൻ, ഞാൻ, പിള്ളേരൊന്നുമില്ല ഞങ്ങൾക്ക്. ഇന്നിപ്പോൾ എനിക്ക് വയസ്സ് 60. ഒരു സഹായങ്ങളും കിട്ടിയിട്ടുണ്ടായില്ല പഞ്ചായത്തിൻ്റെ. പ്രളയത്തിൽ അമ്മ മരിച്ചു പോയിട്ടോ ഇതൊന്നും കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത നല്ല വീടുകൾക്ക് കിട്ടി. അന്ന് ഇതിൻ്റെ വീടിനെ പറ്റി അന്വേഷിക്കാൻ പ്രളയത്തിന് വിട്ട ആൾക്കാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഷെഡിനൊന്നും ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഓടിട്ട വീടുകളോ മറ്റുള്ളതിന് മാത്രം ഓപ്ഷനും കൊടുത്തിട്ടുള്ളൂ, സർക്കാർ കൊടുത്തിട്ടുള്ളൂ. ഷെഡ് താമസിക്കണവർക്ക് ഒരു ഓപ്ഷനും ഇല്ല, ഒരു സഹായവും ഇല്ലെന്നാണ്. സർക്കാർ ലിസ്റ്റിൽപ്പെടാത്തവർക്ക് വേണ്ടി ദൈവം അവർക്കൊരു MLA കാത്തു വെച്ചിരുന്നു. അയാളുടെ പേരായിരുന്നു വി.ഡി. സതീശൻ. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകുക മാത്രമായിരുന്നു ഈ പുനർജനി പദ്ധതിയിൽ, അതോ മറ്റെന്തെങ്കിലും ഈ തൊഴിലുറപ്പിക്കുക, ഈ പശു വളർത്തൽ, തയ്യൽ, ഇങ്ങനെയൊക്കെയുള്ള എക്യുപ്മെന്റുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ ഈ കോട്ടുള്ളി ഭാഗത്ത് ഒരു 20 തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അതായത് സ്ത്രീകൾ തയ്ച്ച് ഉപജീവന മാർഗം കഴിഞ്ഞിരുന്ന വെച്ചാൽ അവരുടെ ഈ പ്രളയത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് അത് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പലർക്കും പല രീതിയിലുള്ള ചെയ്യുന്ന പോലെയൊക്കെയുള്ള സഹായം കൊടുത്തിട്ടുണ്ട്. പലർക്കും പല സഹായങ്ങൾ. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഉപജീവനമാർഗം പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം പുള്ളിയുടെ കയ്യിൽ നിന്നല്ല, പുള്ളി പല സ്പോൺസർമാരിൽ നിന്ന് നേരിട്ട് അവരാണ് ഇവിടെ കൊണ്ടുവന്ന് തന്നേക്കണത്. ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് വരുമ്പോൾ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് ഉണ്ടാവും. അവരുൾപ്പെടെ വന്നാണ് ഞങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടുപോയാണ് ഈ വീടുകൾ കാണിച്ചു കൊടുക്കാനാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ നേരിട്ടാണ് ആ ചെക്ക് കൊടുത്തിട്ടുള്ളത്. 2000, 5000, 10,000 ഒക്കെ വെച്ച് സാമ്പത്തിക സഹായം പലർക്കും കൊടുത്തിട്ടുണ്ട്. അതെനിക്കറിയാം. നമ്മൾ തീരെ അർഹതയുള്ള ആൾക്കാരുടെ പേരുകൾ ചൂണ്ടുമ്പോൾ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പുനർജനി പദ്ധതി നിയമസഭയിൽ ചർച്ചയായപ്പോൾ ഭരണപക്ഷം വി.ഡി. സതീശനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിക്കാം, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ അവസാനം ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്ന ഒരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക് വിജിലൻസ് വെക്കും എന്ന് തന്നെയാണ്. അവസാനം വിജിലൻസ് റിപ്പോർട്ട് എഴുതിയപ്പോൾ ആ വി.ഡി. സതീശന്റെ വാക്കുകൾ അനർത്ഥമാകുന്ന തരത്തിൽ തന്നെയായിരുന്നു. പറവൂരിൽ നിന്നും നേഷൻ ഫസ്റ്റിന് വേണ്ടി ക്യാമറമാൻ ഫഹദിനൊപ്പം രോഹിത്.